മൗത്ത് അൾസർ അഥവാ വായിൽ പുണ്ണ് എന്ന് മലയാളത്തിൽ പറയും. മൗത്ത് അൾസർ എന്ന് പറയുന്നത് ഒരു ഡിസീസല്ല, ഇതൊരു സിംറ്റമാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നതാണ് ഈ പറയുന്ന മൗത്ത് അൾസർ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കോസസ് ഉണ്ട്. അതായത് മൗത്ത് അൾസർ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചിലത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. കോൺസ്റ്റിപ്പേഷനുള്ള ആളുകളിൽ ഈ മൗത്ത് അൾസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമതായിട്ട് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളിലും ഇത് വരാറുണ്ട്. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അഥവാ കുറവ് കാരണവും മൗത്ത് അൾസർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉള്ള ഒരു വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റായിട്ട് ബി കോംപ്ലക്സ് മൾട്ടി വൈറ്റമിൻ്റെയൊക്കെ ടാബ്ലറ്റ് അവർക്ക് കൊടുക്കും. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ശരിയാവുകയും അതുവഴി നമ്മുടെ ഈ മൗത്ത് അൾസർ ഹീലാവുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ലാക്ക് ഓഫ് ഓറൽ ഹൈജീൻ ആണ്. അതായത് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ വായൊക്കെ വൃത്തിയാക്കാതിരിക്കുക, അത് അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് മൗത്ത് അൾസർ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ ഓറൽ ഹൈജീൻ, അതായത് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച ഉടനെ വായൊക്കെ വൃത്തിയാക്കി വയ്ക്കുക. അതായത് നമ്മുടെ ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ടാബ്ലറ്റ് മൾട്ടി വൈറ്റമിൻ ഇൻക്ലൂഡിങ് റൈബോഫ്ലാവിൻ ആൻഡ് തൈമിൻ വൺസ് ഡെയിലി. അതായത് ഡെയിലി ഒരു പ്രാവശ്യം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കണം. ആ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സിൽ അതായത് മസ്റ്റായിട്ടും റൈബോഫ്ലാവിൻ തൈമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഉണ്ടാവുകയും വേണം എന്നാണ്. ഇങ്ങനെയുള്ള മൾട്ടി വൈറ്റമിൻസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന ഈ ബി കോസ്യൂൾസ്. ഇത് ബി കോംപ്ലക്സിൻ്റെ ഒരു ടാബ്ലറ്റാണ്, ക്യാപ്സ്യൂളാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാൻ പറ്റും. തൈമിൻ, റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B12, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, ഇതെല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ഡെയിലി വൺസ് ആണ് കഴിക്കേണ്ടത്. പിന്നെ പറയുന്നത് ചില ആളുകളിൽ ഈ ഒരു അൾസർ കൂടുതലായിട്ടുണ്ടാവുകയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക, അതായത് ഫുഡ് കഴിക്കുമ്പോൾ പെയിന്, വെള്ളം ഇറക്കുമ്പോൾ പെയിന്, വെള്ളം കുടിക്കുമ്പോൾ പെയിൻ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ നമ്മൾ ജെല്ല് റെക്കമെൻഡ് ചെയ്യും. അതായത് അനസ്തെറ്റിക് ആയിട്ടുള്ള ജെല്ല്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അൾസറുള്ള ഭാഗത്ത് പുരട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് അത് ഒരിക്കലും അൾസറിനെ ഹീലാക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ല അതിനുള്ളത്. നമ്മൾ പെയിൻ കുറയ്ക്കുക, അതിനുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമാണുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മൗത്ത് അൾസർ 3-4 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലോ നിങ്ങളിൽ കണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം മൗത്ത് അൾസർ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അസുഖത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിന് മാത്രമേ അത് എന്തുകൊണ്ടാണ് ആ ഒരു ഇത് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ മൗത്ത് അൾസർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അതായത് ഒരുപാട് എരിവുള്ള ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവോയ്ഡ് ടൂത്ത് പേസ്റ്റ്. ഈ ഒരു കണ്ടൻറ്റുള്ള സോഡിയം ലോറൽ സൾഫേറ്റ് കണ്ടൻറ്റുള്ള ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും കുറയുക വരിക അങ്ങനെ വരാനുള്ള ചാൻസസ്, അതായത് മൗത്ത് അൾസർ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോഡിയം ലോറൽ സൾഫേറ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുഡ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. വായൊക്കെ വൃത്തിയായി കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് മുന്നേ പറഞ്ഞത്. കുറച്ച് ബാക്കിയുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസാണ്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലും ഈ പറയുന്ന മൗത്ത് അൾസർ വരാം. പിന്നെ ഹോർമോണൽ ഫാക്ടേഴ്സ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടും ഈ മൗത്ത് അൾസർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇമോഷണൽ സ്ട്രെസ്. ഒരാൾ ഒരുപാട് സ്ട്രെസ്സിലാണെങ്കിൽ, എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ അയാൾക്കുണ്ടെങ്കിൽ ഇതുപോലെ മൗത്ത് അൾസർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിക്കോഡാൻഡിൽ ആൻഡ് മെത്തോട്രെക്സേറ്റിൻ്റെ ടാബ്ലറ്റ്സ്, ആ ഒരു ഇതുള്ള ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ പറയുന്നത് പോലെ മൗത്ത് അൾസർ വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ സ്വയം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. മൗത്ത് അൾസർ ഒരിക്കലും ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കണ്ട് ഒരു 2-3 അല്ലെങ്കിൽ ഒരു ആഴ്ചയോ കഴിഞ്ഞിട്ടും അത് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.